ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. ഇതിവിടെ സ്റ്റോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കല്ല്. ആ കല്ല് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലോട്ടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പരീക്ഷണത്തിൻ്റെ പേര് നമുക്ക് ലാസ്റ്റ് പറയാം. കുപ്പിയിലോട്ട് ഇട്ടു. അത് താണു പോയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പരീക്ഷണം എന്താണ്. കല്ല് നന്നായിട്ട് താണു പോയിട്ടുണ്ട് കേട്ടോ, ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട് കല്ല്. അടുത്തതായിട്ട് നമുക്ക് കോയിനാണ് എടുക്കുന്നത്. 2 രൂപയുടെ കോയിൻ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇടാൻ പോവാണ്. ഇട്ടു. അതും താഴെ എത്തിയിട്ടുണ്ട്. കല്ലും കോയിനും താഴെ എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു വുഡ് പീസാണ് എടുക്കാനുള്ളത്. വുഡ് പീസും എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വുഡ് പീസും ഇട്ട് കൊടുത്തു. വുഡ് പീസ് പക്ഷെ പൊന്തി കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തി കിടന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇത് താത്തി നോക്കി ഞാൻ, പക്ഷെ എന്നാലും അത് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പിന്നെന്താ, അടുത്തതായിട്ട് നമ്മൾ കാമ്പർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ. കർപ്പൂരം എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടിയ ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കർപ്പൂരം ഇട്ടു. ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് കേട്ടോ. ചുളുക്കമ്പ് കണക്ക് പൊന്തി നിൽക്കുവാണ്. ഇപ്പോൾ 2 സാധനമാണ് പൊന്തി നിൽക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ആണ് വേണ്ടത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ടോയിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. വേറെ പെട്ടെന്നൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ടോയിൻ്റെ ആ ഒരു കുഞ്ഞു പീസ് എടുത്തേക്കുന്നത്. ആ ടോയിൻ്റെ പീസ് എടുത്തു. അതിന് ശേഷം നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തപ്പോഴത്തേനും അത് പൊന്തിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പൊന്തി തന്നെയാണ് നിൽക്കുന്നത്. കണ്ടോ. പിന്നെ അയൺ നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിയാണ് കേട്ടോ. നമ്മളൊരു കുഞ്ഞാണി എടുത്തിട്ടുണ്ടേ. ഈ ഒരു കുഞ്ഞാണി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അത് താഴെ എത്തിയിട്ടോ. കണ്ടോ. ഇനി നമുക്ക് ലീഫാണ് കേട്ടോ, ഇല. ഇപ്പം നമ്മുടെ പുൽവർഗത്തിൽപ്പെട്ടൊരു ചെടിയാണിത്. നമുക്ക് വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയതാണ്. പെട്ടെന്നൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. നമുക്കിതും ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. കർപ്പൂരത്തിൻ്റെ മുകളിലായിട്ടാണ് വന്നത്. അത് നല്ല പൊന്തി കിടക്കുകയാണ് കേട്ടോ, താണൊന്നും പോയിട്ടില്ല, അല്ല പൊന്തി കിടക്കുവാണ്. അടുത്തതായിട്ട് വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകുതിരി ആണ് കേട്ടോ. മെഴുകുതിരി വലിയ പീസ് ഇതിനകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ചെറുതെടുത്തത് കേട്ടോ. ഒരു ചെറിയ പീസ് മുറിച്ചെടുത്തതാണേ. ഈ ഒരു വാക്സും എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വാക്സ് പൊന്തി കിടക്കുവാണ് കേട്ടോ, താണിട്ടൊന്നുമില്ല. അടുത്തതായിട്ട് ഐസാണ് കേട്ടോ. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഐസ് ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം യൂസ് ചെയ്യാം. നല്ല ക്ലീനാണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഐസ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഐസാക്കി എടുത്താൽ കേട്ടോ. ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ചത് കുഞ്ഞാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ അതിൽ വെക്കാമായിരുന്നു കേട്ടോ. കണ്ടോ, അത് ഇത്തിരി വെള്ളമൊക്കെ ബാക്കിയുണ്ട് ശരിക്കും അല്ലത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കയ്യിലോട്ട് അത് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഹോൾസിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഷേപ്പ് അങ്ങനെയാണ് കേട്ടോ വന്നത്. ആ ഹോൾസ് കണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ഇത് വന്നത്. അതിൽ ചെറിയ ഹോൾസ് കണ്ടോ, പൊങ്ങിക്കിടക്കുവാണ് കേട്ടോ, താണു പോയിട്ടൊന്നുമില്ല. ഇത് അലിയാനായി നിൽക്കുവാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പരീക്ഷണം തീർന്നു. ബൈ ബൈ. അപ്പം ഈ പരീക്ഷണത്തിൻ്റെ പേര് പൊന്തിക്കിടക്കുന്നവ താണു കിടക്കുന്നവ.